ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം ശ്രീ ലളിതാദേവ്യൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 100 ശ്ലോകങ്ങൾ വരെയാണ് പഠിച്ചു നിർത്തിയത്. 100ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 490 നാമങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് 101 മുതൽ 105 വരെയുള്ള ശ്ലോകങ്ങൾ പഠിക്കാം. ആദ്യം ശ്ലോകങ്ങൾ വായിക്കാം. 101 മുതൽ 105 വരെ. കാളരാത്ര്യാദിശക്ത്യൗഘവൃത സ്നിഗ്ധൗദന പ്രിയ മഹാവീരേന്ദ്രവരദ രാകിണ്യംബാ സ്വരൂപിണീ മണിപ്പൂരാബ്ജനിലയ വദനത്രയ സംയുത വജ്രാദികായുധോപേത ഡാമേര്യാദിഭിരാവൃത രക്തവർണ മാംസനിഷ്ഠ ഗുഡാന്നപ്രീതമാനസ സമസ്തഭക്തസുഗത ലാകിന്യംബാ സ്വരൂപിണീ സ്വാധിഷ്ഠാനാംബുജഗദ ചതുർവക്ത്രമനോഹര ശൂലാദ്യായുധസമ്പന്ന പീതവർണാദിഗർവിത മേധോനിഷ്ഠാ മധുപ്രീത ബന്ധിന്യാദിസമന്വിത ദധ്യന്നാസക്തഹൃദയ കാകിനീരൂപധാരിണി. ഇതാണ് ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം, ആദ്യത്തെ നാമം നോക്കാം. ആദ്യത്തെ ശ്ലോകത്തിൽ 4 നാമങ്ങളാണുള്ളത്. കാളരാത്ര്യാദിശക്തി ഔഘവൃത ഒരു നാമം, സ്നിഗ്ധൗദനപ്രിയ രണ്ടാമത്തെ നാമം, മഹാവീരേന്ദ്രവരദ മൂന്നാമത്തെ നാമം, രാകിണ്യംബാ സ്വരൂപിണി നാലാമത്തെ നാമം. അങ്ങനെ 4 നാമങ്ങളാണുള്ളത്. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വിശുദ്ധി ചക്രത്തിൽ അല്ലേ, വിശുദ്ധി ചക്രത്തെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു. വിശുദ്ധി ചക്രത്തിൽ ആരക്തവർണ്ണത്തിൽ പിന്നെ 3 കണ്ണുകളുള്ള ഖട്വാങ്കം മുതലായ ആയുധങ്ങളോടുകൂടി ഒരു മുഖമുള്ള പായസം പ്രിയമായിട്ടുള്ള, പാൽപ്പായസം പ്രിയമായിട്ടുള്ള 7 അതായത് 7 യോഗിനിമാരിൽ, അതായത് ത്വക്ക് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ, പിന്നെ മൂഢരായവർക്ക് ഭയങ്കരിയായിട്ടുള്ള അമൃത മുതലായ ദേവിമാരാൽ സംവൃത ചുറ്റപ്പെട്ടിരിക്കുന്നവളായിട്ടുള്ള ഡാകിനി ദേവിയെപ്പറ്റി പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ 100ാമത്തെ ശ്ലോകത്തിൽ അനാഹതാബ്ജം വരെ എത്തി. നമ്മൾ അനാഹതം എന്ന താമരയിൽ ഇരിക്കുന്നവളും, പിന്നെ കറുത്ത നിറമുള്ളവളും 2 മുഖമുള്ളവളും, പിന്നെ ദംഷ്ട്ര ഉജ്ജ്വലങ്ങളായ ദംഷ്ട്രകളും, വെളുത്ത 2 വലിയ കോമ്പല്ല, അതാണ് ദംഷ്ട്ര എന്ന് ഉദ്ദേശിക്കുന്നത്. അതും അപ്പോൾ കാളീ ഭാവമാണെന്ന് നമുക്ക് ആ ഭാവത്തിൽ നിന്ന് മനസ്സിലാവും. 2 മുഖങ്ങളോടുകൂടിയവളും, പിന്നെ അക്ഷമാല ധരിച്ചിരിക്കുന്നവളും, രുധിരം രക്തം എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളുമായ ദേവി എന്ന് പറഞ്ഞു. ഇന്ന് കാളരാത്രി ആദിശക്തി ഔഘവൃത, കാളരാത്രി മുതലായ ശക്തി സമൂഹങ്ങളാൽ, ഔഘം എന്ന് പറയുന്ന സമൂഹം, കാളരാത്രി മുതലായ ശക്തി സമൂഹങ്ങളാൽ ആവൃതയായിരിക്കുന്നവൾ.
സേവിക്കപ്പെടുന്നവൾ എന്ന് പറയാം. അപ്പോൾ കാളരാത്രി മുതലായ ശക്തികൾ ആരൊക്കെയാ? 12 ശക്തികൾ. 12 ശക്തികൾ എന്ന് പറയുമ്പം 12 അക്ഷരങ്ങൾ, 12 ദളങ്ങളുള്ള താമര. ആ 12 ദളം 12 അക്ഷരമാണ്. 12 അക്ഷരങ്ങളുള്ള ഒരു എന്താണ് 12 ശക്തികളായിട്ട് ഇരിക്കുന്ന ഒരു താമരയിൽ ഉള്ള ദേവത. ഇനി ഈ 12 അക്ഷരങ്ങൾക്ക് ഓരോ ദേവതമാർ. അപ്പോൾ ആ ദേവതമാർ ആരാണ്? ആ 12 അക്ഷരം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചു, വിശുദ്ധി ചക്രം ഇതൊക്കെ പഠിച്ചു വന്നപ്പം 16 അക്ഷരം, സ്വരാക്ഷരം 16 അക്ഷരത്തിൽ ഉള്ള ദേവിമാരെ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിൽ കാ മുതൽ ഠ വരെയുള്ള ദേവിമാർ ഇല്ലേ? അപ്പോൾ 10 അത് പഠിച്ചു. ഇനി ഇതിൽ നമ്മൾ പറയുന്നത് കാളരാത്രി മുതലായ 12 ശക്തി, 12 അക്ഷരങ്ങൾ. അത് ആ 12 അക്ഷരങ്ങൾക്ക് ഓരോ ദേവതമാർ, ആ ദേവതമാരാൽ സേവിക്കപ്പെടുന്നവൾ. അപ്പോൾ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ നോക്കാം. ഈ അക്ഷരങ്ങൾ കാ മുതൽ ടാ ഇട്ട വരെ. നമ്മൾ മുമ്പ് പഠിച്ചത് 16 അക്ഷരങ്ങൾ ആ മുതൽ അഹ വരെ അല്ലേ? വിശുദ്ധി ചക്രത്തിൽ അമൃത മുതലായ ദേവിമാരെന്ന് പഠിച്ചു. അമൃതാദി മഹാശക്തി സംവൃത, അമൃത മുതലായ ശക്തികൾ. അത് പഠിച്ചപ്പം 16 അക്ഷരങ്ങളുള്ള ദേവതമാർ. 16 അക്ഷരങ്ങൾ, 16 അക്ഷരങ്ങൾക്ക് ഓരോ ദേവതമാർ. ആസയ അമൃത, ആസയാകർഷിണി, ഈസ ഇന്ദിരാണി, ഈസ ഈശാനി, ഊസ ഉമാ, ഊർധകേശിനി, രു ഋന്ദിത, റൂകാര, നുകാര, നൂകാര, ഏകവത, ഐശ്വര്യാത്മിക, ഓങ്കാര, ഔഷധി, അംബിക, അഹ അക്ഷര. ഇങ്ങനെ ഈ 16 ശക്തികളാൽ സേവിക്കപ്പെടുന്ന യോഗികളെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വിശുദ്ധി ചക്രത്തിൽ ഉള്ള ദേവിയാണ് ഡാകിനി ദേവി എന്നും പറഞ്ഞു. അത് പഠിച്ചു. അനാഹതത്തിലെത്തിയപ്പം ആദ്യത്തെ അത് വിശുദ്ധി ചക്രത്തിലുള്ളത് ആകാശതത്വമായിരുന്നു. ഇത് അനാഹതത്തിൽ വന്നപ്പോൾ വായുതത്വമായി. ഇനി വരുന്നിങ്ങനെ ഓരോ ഇതും വരുന്നുണ്ട്. അപ്പോൾ അനാഹതത്തിൽ നമ്മൾ പഠിച്ചത്, അനാഹതത്തിൽ ഇത് പിന്നെ കറുത്ത നിറമുള്ളവളും, പിന്നെ താമര എത്ര ഇതളുള്ള താമരയാണ്? 12 ദളമുള്ള താമര. 12 ദളങ്ങളുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും പറഞ്ഞു. അതാണ് ഇവിടെ ഈ പറയുന്ന കാളരാത്രി ആദിശക്തി ഔഘവൃത. കാളരാത്രി മുതലായ ശക്തി സമൂഹങ്ങളാൽ ആവൃതയായിരിക്കുന്നവൾ. ഇനി കാ മുതൽ ഠ വരെയുള്ള അക്ഷരങ്ങൾ കാ ഇഖ ഗ ഇഖ ങ 5ആയി. ച ഇച്ഛ ജ ഇജ്ജ ഞ 5 10ആയി. ച ഇച്ഛ ജ ഇജ്ജ ഞ. ക ഇഖ ഗ ഇഖ ങ ച ഇച്ഛ ജ ഇജ്ജ ഞ 10ആയി. ടാ ഇട്ട 12. അപ്പോൾ 12 ശക്തികൾ. കാസേ കാളരാത്രി, അതാണ് ആദ്യം പറഞ്ഞത്. കാളരാത്രി ആദി മുതലായ എന്ന് പറഞ്ഞ്. അപ്പോൾ കാളരാത്രി കായിക്കാസേ ഖണ്ഡിത, ഗാസേ ഗായത്രി, ഇഗ്ഗാസേ ഘണ്ഡാകർഷിണി, ഘണ്ഡ മണി, ആ ഘണ്ഡാകർഷിണി. ങാസേ ങാർണ, ചാസേ ചണ്ഡ, ഇച്ഛാസേ ഛായ, ദേവിയുടെ പേരാണ് ഛായ. ജാസേ ജയ, ഇജ്ജാസേ ഝങ്കാരിണി, ജ്ഞാസേ ജ്ഞാനരൂപ, ജ്ഞാസേ ജ്ഞാനരൂപ. ടാസേ ടങ്കഹസ്ത, ടങ്കഹസ്ത.
ഇട്ടാസെ ഠങ്കാരിണി. ഇപ്പോൾ ഒന്നുകൂടെ പറയാം. കാസെ കാളരാത്രി, ഇഖാസെ ഖണ്ഡിത ഖണ്ഡിത, ഗാസെ ഗായത്രി, ഇഖാസെ ഖണ്ഡ ഖണ്ഡ ആകർഷിണി ഖണ്ഡ ആകർഷിണി, ങാസെ ങാർണ, ചാസെ ചണ്ഡ, ഛാസെ ഛായ, ജാസെ ജയ, ജാസെ ജങ്കാരിണി, ജ്ഞാസെ ജ്ഞാനരൂപ, ടാസെ ടങ്കഹസ്ത, ഇട്ടാസെ ഠങ്കാരിണി. ഈ 12 ദേവിമാർ കാ മുതൽ ഇട്ട വരെയുള്ള അക്ഷരങ്ങളുടെ ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ ദേവതമാർ, ആ ദേവതമാരാൽ സേവിക്കപ്പെടുന്നവൾ ആയ ദേവി. അപ്പം ആ ദേവി ആരാണെന്ന് അനാഹതത്തിലാണിത്. അത് ആ ദേവി ആരാണെന്ന് ഇനി വരും കേട്ടോ ബാക്കി. അപ്പോൾ കാളരാത്രി ആദി ശക്തി ഔകവൃത എന്നുള്ളത് കണ്ടു. അടുത്ത നാമമാണ് സ്നിഗ്ധൗദനപ്രിയ. സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ നെയ്യ്, എണ്ണ എന്നുള്ള അർത്ഥമാണ്. സ്നേഹത്തിന് എണ്ണ എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ എണ്ണ, നെയ്യ് ആണ് ഈ സ്നിഗ്ധം. ഓദനം എന്ന് പറഞ്ഞാൽ ആഹാരം, ചോറ്. ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പോൾ സ്നിഗ്ധ ഓദനം എന്ന് പറഞ്ഞാലോ നെയ്ച്ചോറ് എന്നർത്ഥം. അപ്പം നെയ്യ് ചേർത്ത ചോറ് പ്രിയമായിട്ടുള്ളവളാണ് ഈ ദേവി. നെയ്പായസം, ഉണ്ണിയപ്പം ഒക്കെ ഇഷ്ടമായിട്ടുള്ള ദേവി. ഇനി മഹാവീരേന്ദ്രവരദ, അടുത്ത നാമം മഹാവീരേന്ദ്രവരദ. വരദ എന്ന് പറഞ്ഞാൽ വരത്തെ ദാനം ചെയ്യുന്നവൾ എന്നർത്ഥം. മഹാവീരേന്ദ്രന്മാരെന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, പ്രഹ്ലാദൻ തുടങ്ങിയ വീരന്മാർ, അവർക്കൊക്കെ വരത്തെ നൽകിയവളാണ് ദേവി. പ്രഹ്ലാദൻ, ഇന്ദ്രൻ തുടങ്ങിയ ഇന്ദ്രനും ഒക്കെ വരം കൊടുത്തിട്ടുണ്ട് ദേവി. അപ്പോൾ അങ്ങനെ മഹാവീരേന്ദ്രന്മാർക്ക് വരത്തെ ദാനം ചെയ്യുന്നവൾ. ഇനി ആ അമ്മയുടെ പേര്, ഈ അനാഹതത്തിലുള്ള ദേവിയുടെ പേര് രാഗിണി. രാഗിണി അംബാസ്വരൂപിണി. രാഗിണി എന്ന അമ്മയുടെ സ്വരൂപത്തോടു കൂടിയവൾ എന്ന് പറഞ്ഞാലോ രാഗിണി പ്ലസ് അംബ എന്നുള്ള ഈ പ്ലസ് ആ വന്നപ്പോൾ അത് ഈ ആയി മാറി. അപ്പോൾ രാഗിണി അംബാസ്വരൂപിണി, രാഗിണി എന്ന അമ്മയുടെ സ്വരൂപത്തോടു കൂടിയവൾ. അതാണ് ആദ്യത്തെ ശ്ലോകം 101. കാളരാത്രിയാദി ശക്തിൗകവൃത. കാളരാത്രി മുതലായ ശക്തി സമൂഹങ്ങളാൽ ആവൃതയായിരിക്കുന്നവൾ. സ്നിഗ്ധൗദനപ്രിയ. സ്നിഗ്ധം നെയ്യ്, ഓദനം ചോറ്, നെയ്ച്ചോറ്. പ്രിയ എന്ന് പറഞ്ഞാൽ പ്രിയമായിട്ടുള്ളവൾ. മഹാവീരേന്ദ്രവരദ, മഹാവീരന്മാരായവർക്ക് ഇന്ദ്രനുമൊക്കെ വരത്തെ ദാനം ചെയ്യുന്നവൾ. രാഗിണി അംബാസ്വരൂപിണി. രാഗിണ്യംബാസ്വരൂപിണി. രാഗിണി എന്ന അമ്മയുടെ സ്വരൂപത്തോടു കൂടിയവൾ. കാളരാത്രിയാദിശക്തി ഔഖവൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാസ്വരൂപിണി. രണ്ടാമത്തെ ശ്ലോകം. അടുത്ത ശ്ലോകം. മണിപൂരാബ്ജനിലയ വദനത്രയ സംയുത വജ്രാധികായുധോപേത ഡാമര്യാദിവിരാവൃത. 4 നാമങ്ങളാണിതിൽ. മണിപൂരാബ്ജനിലയ, വദനത്രയ സംയുത, വജ്രാധികായുധോപേത, ഡാമര്യാദിവിരാവൃത. അപ്പം ഈ ശ്ലോകത്തിലെ മണിപൂരാബ്ജം, മണിപൂരം എന്ന അബ്ജം താമര. അപ്പം നമ്മുടെ അടുത്ത ഇതാണ്. ആദ്യത്തേത് വിശുദ്ധി ചക്രം, അത് ആകാശതത്വമായിരുന്നു. രണ്ടാമത്തെ അനാഹതം, അത് വായുതത്വമായിരുന്നു. ഇവിടെ മണിപ്പൂരം, അത് അഗ്നിതത്വമാണ്. മണിപ്പൂരം എന്ന അബ്ജം താമരയാണ് നിലയനം ചെയ്യുന്നവൾ. മണിപ്പൂരം എന്ന താമരയിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ മണിപ്പൂരം എന്ന താമരയിൽ സ്ഥിതി ചെയ്യുന്ന ആ താമരയ്ക്ക് 10 ദളങ്ങളുണ്ട്, അതായത് 10 അക്ഷരങ്ങൾ. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഭിയുടെ പുറകിൽ, നമ്മുടെ നാഭിയുടെ പുറകിൽ സുഷുപ്നാ നാഡിയിൽ, അതായത്
നാഭി എന്ന് പറഞ്ഞ പൊക്കിൾ, അതിൻ്റെ പുറകിലായിട്ട് സുഷുപ്നാ നാഡിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരം. അപ്പോൾ ആ മണിപ്പൂരത്തിൽ 10 ദളങ്ങളുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്നവൾ മണിപൂരാബ്ജ നിലയ അഗ്നിതത്വമാണെന്ന് പറഞ്ഞു. സുഷുപ്ന നാഡിയിലാണ് മണിപ്പൂരമുള്ളത്. ഇനി വദനത്രയ സംയുത അടുത്ത നാമം. ഈ ഓരോ നാമത്തിലും ആ ദേവിയെ പറ്റിയുള്ള വർണ്ണനകൾ. അപ്പം മണിപൂരാബ്ജ നിലയ ആദ്യത്തെ നാമമായിരുന്നു. രണ്ടാമത്തെ നാമം വദനത്രയ സംയുത, 3 മുഖങ്ങൾ ഉള്ളവൾ. ത്രയം എന്ന് പറഞ്ഞാൽ 3ആണ്, വദനം എന്ന് പറഞ്ഞാൽ മുഖമാണ്. അപ്പം സംയുത എന്ന് പറഞ്ഞാൽ യോജിച്ചിരിക്കുന്നു. അപ്പം 3 മുഖങ്ങൾ യോജിച്ചിരിക്കുന്നവൾ. ആദ്യത്തെ വിശുദ്ധി ചക്രത്തിലെ ദേവിക്ക് 1 മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. അനാഹതത്തിൽ വന്നപ്പോൾ അത് 2 മുഖമായി. ഇവിടെ മണിപ്പൂരത്തിൽ വന്നപ്പോൾ 3 മുഖമായി. അപ്പോൾ വദനത്രയ സംയുത, 3 മുഖങ്ങളോടുകൂടിയ ദേവി. ഇനി വജ്രാധികായുധോപേത, വജ്രായുധം അല്ലെങ്കിൽ വജ്ര ആദി, വജ്രം മുതലായ ആയുധങ്ങളോട് കൂടിയവൾ. വജ്രം മുതലായതെന്ന് പറയുമ്പോൾ വജ്രം ഇന്ദ്രൻ്റെ ആയുധമാണ് വജ്രായുധം അല്ലേ. അത് മുതൽ, അപ്പോൾ മുതലെന്ന് പറയുമ്പോൾ വേറെയും ഉണ്ടാവും ശക്തി. വേലുണ്ടാകും, വേലിനെയാണ് ശക്തി എന്ന് പറയുന്നത്. ശക്തി, ദണ്ഡ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. വജ്രാധികായുധോവേദ, വജ്രം മുതലായ ആയുധങ്ങളോട് കൂടിയവൾ. വജ്രം, ശക്തി, ദണ്ഡ്, അഭയഹസ്തം, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഈ വദനത്രയം എന്ന് പറയുന്ന 3, അപ്പോൾ അതും നമ്മൾ ഇവിടെ ഇപ്പോൾ 3 ഇതായില്ലേ, ത്രിഗുണങ്ങൾ, ശബ്ദം, സ്പർശം, രൂപം, അതുകൊണ്ട്. അപ്പോൾ ഇത് അഗ്നിതത്വമാണ്. 3 മുഖങ്ങളോടുകൂടിയവളാണ്. വജ്രം മുതലായ ആയുധങ്ങൾ ഇരിച്ചിരിക്കുന്നവരാണ്. മണിപ്പൂരം താമരയാക്കി അതിൽ വസിക്കുന്നവളുമാണ്. ഇനി ദേവിയുടെ പേരെന്താന്ന് പറയുന്നു. ഡാമരിയാദിഭിരാവൃത, ഡാമരി മുതലായ ദേവിമാരാൽ സേവിക്കപ്പെടുന്നവൾ. ഡാകിനി അല്ല, ഡാമരി, ഡാമരി എന്ന ദേവി. അതായത് ഡാ മുതൽ ലാ വരെ താഴേക്കുണ്ടത്. അപ്പം ഇവിടെ ഡാമരിയാദിഭിരാവൃത, ഡാമരി മുതലായ ദേവിമാരാൽ സേവിക്കപ്പെടുന്നവൾ. ഈ ദേവിയുടെ പേര് ലാകിനി എന്നായിരിക്കും. മണിപ്പൂരത്തിലെ ആ ദേവിയുടെ പേര് ലാകിനി എന്നായിരിക്കും. താഴേക്ക് വരുന്നുണ്ടത്. അപ്പോൾ ഇവിടെ മണിപ്പൂരാബ്ജ നിലയ, മണിപ്പൂരം എന്ന അബ്ജത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. വദനത്രയ സംയുത, 3 മുഖങ്ങളോട് കൂടിയവൾ. വജ്രാധികായുധോപേത, വജ്രം മുതലായ ആയുധങ്ങളുള്ളവൾ, ധരിച്ചവൾ. ഡാമരിയാദിപുരാവൃത, ഡാമരി മുതലായ വരാൽ ആവൃതയായിരിക്കുന്നവൾ. അടുത്ത ശ്ലോകം രക്തവർണ്ണ. അപ്പോൾ ഈ ശ്ലോകം എങ്ങനെയാ? മണിപ്പൂരാബ്ജ നിലയ, വദനത്രയ സംയുത, വജ്രാധികായുധോപേത, ഡാമേരിയാദിപിരാവൃത. ഇനി അടുത്ത ശ്ലോകം. 5 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. രക്തവർണ്ണ, മാംസനിഷ്ഠ, ഗുഡാന്നപ്രീതമാനസ, സമസ്തഭക്തസുഖത, ലാകിന്യംബാ സ്വരൂപിണി. അപ്പം ഇവിടെ രക്തവർണ്ണ, കളറ്, ആ ദേവിയുടെ കളറ് ചുവന്ന കളറാണ്. മാംസനിഷ്ഠ, ഏത് ധാതുവിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാംസം എന്ന ധാതുവിൽ. മാംസം എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്ന മാംസനിഷ്ഠ. ഗുഡാന്നപ്രീതമാനസ, ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കര. അപ്പം ശർക്കര ചോറ് ഇഷ്ടമായിട്ടുള്ളവളാണ്. ശർക്കര അന്നം ചോറാണ്, ഗുഡം ശർക്കരയാണ്. അപ്പം കറുത്ത ശർക്കര പായസം ഇഷ്ടമുള്ളവൾ, ശർക്കര പായസം പ്രിയമായിട്ടുള്ളവൾ. ഗുഡാന്നപ്രീതമാനസ, മനസ്സിന് പ്രീതമാണ് ശർക്കര പായസം ഇഷ്ടമായിട്ടുള്ള ദേവി. സമസ്ത ഭക്ത സുഖത,
അടുത്ത നാമം സമസ്ത ഭക്തന്മാർക്കും സുഖത്തെ ദാനം ചെയ്യുന്നവൾ. എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവൾ. അപ്പോൾ സമസ്ത ഭക്തന്മാർക്കും സുഖത്തെ ദാനം ചെയ്യുന്നവളാണ് ദേവി. പിന്നെയോ ലാകിന്യംബാ സ്വരൂപിണി. ലാകിനി അംബ, ലാകിനി എന്ന അമ്മയുടെ സ്വരൂപത്തോടു കൂടിയവൾ, ലാകിന്യംബാ സ്വരൂപിണി. അപ്പം ഈ ദേവിയുടെ പേര് ലാകിനി. ലാകിനി എന്ന അമ്മയുടെ സ്വരൂപത്തോടു കൂടിയവളാണ്. എവിടെയാണിത്? മണിപ്പൂരത്തിൽ. ഇനി അടുത്ത നമ്മുടെ അപ്പം ഈ ശ്ലോകം രക്തവർണാമാംസനിഷ്ഠ ഗുഡാന്നപ്രീതമാനസ സമസ്തഭക്തസുഖദ ലാകിന്യംബാ സ്വരൂപിണി. അടുത്ത ശ്ലോകം സ്വാധിഷ്ഠാനാംബുജഗദ ചതുർവക്ത്രമനോഹര ശൂലാദ്യായുധസമ്പന്ന പീതവർണാതിഗർവിത. ഇവിടെയും 5 നാമങ്ങളുണ്ട്. ആദ്യത്തെ നാമം സ്വാധിഷ്ഠാനാംബുജഗദ. ഇവിടെ സ്വാധിഷ്ഠാനം, വിശുദ്ധി ചക്രം കഴിഞ്ഞു, അനാഹതം കഴിഞ്ഞു, മണിപൂരാബ്ജം കഴിഞ്ഞു. ഇനി സ്വാധിഷ്ഠാനം. എത്രാമത്തെ സ്വാധിഷ്ഠാനം വരുന്നത്? വിശുദ്ധി ചക്ര, അനാഹതം, മണിപ്പൂരം കഴിഞ്ഞുള്ളത് അല്ലേ? സ്വാധിഷ്ഠാനം ഇത് ജലതത്വമാണ്. സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത്. അപ്പം സ്വാധിഷ്ഠാനം എന്ന താമരയിൽ ഗമിച്ചവൾ, ഗത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വാധിഷ്ഠാനം എന്ന ചക്രത്തിൽ ഗമിച്ചവൾ എന്നർത്ഥം, പ്രാപിച്ചവൾ എന്നൊക്കെ. അപ്പം ഈ ദേവി ആരായിരിക്കും? കാകിനി ആയിരിക്കും. അത് ലാസ്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പം സ്വാധിഷ്ഠാനം എന്ന ചക്രത്തിൽ താമരയിൽ ഗമിച്ചവൾ സ്വാധിഷ്ഠാനാംബുജഗത. ഇനി ജലത്തിന് ഗുണങ്ങളുണ്ടല്ലേ? ജലതത്വം, രസം, ശബ്ദം, സ്പർശം, രൂപമൊക്കെ. അപ്പം ലിംഗത്തിന് തൊട്ട് മുകളിലായി 6 ദളങ്ങളുള്ള പത്മത്തോടു കൂടിയാണ് ഈ സ്വാധിഷ്ഠാനം എന്ന താമര ഇരിക്കുന്നത്. 6 ദളങ്ങൾ എന്ന് പറഞ്ഞാൽ 6 അക്ഷരങ്ങൾ. 6 അക്ഷരങ്ങൾക്കും ഓരോ ദേവതമാർ. അപ്പോൾ ആരൊക്കെ ആയിരിക്കും? എന്തൊക്കെ ആയിരിക്കും? ഈ ദേവി സ്വാധിഷ്ഠാനാംബുജഗത, അതായത് സ്വാധിഷ്ഠാനം എന്ന താമരയിൽ ഗമിച്ചവൾ എന്നർത്ഥം. രണ്ടാമത്തെ നാമത്തിൽ ചതുർവക്ത്രമനോഹര. അപ്പം ഇങ്ങോട്ട് താഴോട്ട് വരുമ്പം പിന്നെ ഈ സ്വാധിഷ്ഠാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് 4 മുഖങ്ങളുണ്ട്. 4 മുഖങ്ങളോടുകൂടിയ ചതുർവക്ത്ര. ചതുഹു എന്ന് പറഞ്ഞാൽ 4, വക്ത്രം എന്ന് പറഞ്ഞാൽ മുഖം. മനോഹരങ്ങളായ 4 മുഖങ്ങളോടുകൂടിയവൾ എന്നർത്ഥം. അടുത്ത നാമം ശൂലാദ്യ ആയുധ സമ്പന്ന. ശൂലം ആദിയായ ആയുധങ്ങളോട് കൂടിയവൾ അല്ലെങ്കിൽ സമ്പന്നയായിരിക്കുന്നവൾ. അപ്പം ശൂലം ആദി എന്ന് പറയുമ്പോൾ ശൂലം, പാശം, കപാലം, അഭയം, ഇതാണ്. ഇതെല്ലാം ഈ ആയുധങ്ങളാലെല്ലാം സമ്പന്നയായവളാണ്. ഇതെല്ലാം സമ്പത്തായിട്ടുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് പേര് ശൂലാദ്യായുധ സമ്പന്ന. അടുത്ത നാമം പീതവർണ്ണ. അപ്പം ഈ ദേവിയുടെ വർണ്ണം പറയുകയാണ്. ആദ്യത്തെ ഇത് രക്തവർണ്ണമായിരുന്നു. അത് കഴിഞ്ഞ് അത് ഏത് വർണ്ണമായി? ശ്യാമവർണ്ണമായിരുന്നു. അതും കഴിഞ്ഞു. പിന്നെ രക്തവർണ്ണമായി, പീതവർണ്ണമായി, അല്ലേ? മഞ്ഞവർണ്ണത്തോടു കൂടിയ സ്വാധിഷ്ഠാനത്തിൽ. അപ്പം വർണ്ണത്തോടു കൂടിയവൾ ശൂലാദ്യായു അത് വരുന്നതേ ഉള്ളൂ. ഇവിടെ രക്തവർണ്ണം, മാംസനിഷ്ഠ അത് കഴിഞ്ഞു. സ്വാധിഷ്ഠാനാംബുജത്തിൽ ഗമിച്ചവൾ, 4 മുഖങ്ങളോട് കൂടിയവൾ, ശൂലമാദിയായിട്ട് ആയുധങ്ങളോട് കൂടിയവൾ. അപ്പം ശൂലം കൂടാതെ പാശം, കപാലം, അഭയം എന്നിവയൊക്കെ ഉണ്ടായിരിക്കും ആ ദേവിയുടെയിൽ. ഈ ആയുധങ്ങളാലെല്ലാം സമ്പന്നയായവളാണ്. ശൂലാദ്യായുധ സമ്പന്ന.
പീതവർണാതിഗർവിത. ഇവിടെ പീതവർണ എന്നൊരു നാമം എടുക്കണം. ആ ദേവി മഞ്ഞ നിറത്തോടു കൂടിയവളാണ്. അടുത്ത നാമം അതിഗർവിത, നല്ല ഗർവോടു കൂടിയവൾ, അഹങ്കാരത്തോടു കൂടിയവൾ. അപ്പം അതിഗർവിത, നല്ല അഹങ്കാരത്തോടു കൂടിയവൾ. വസ്വാധിഷ്ഠാനാംബുജഗത ചതുർവക്ത്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണാതിഗർവിത. ഇനി അടുത്ത നാമം മേധോനിഷ്ഠ. ഇതിലും 5 ഈ ശ്ലോകത്തിൽ. മേധോനിഷ്ഠ, മധുപ്രീത, ബന്ധിന്യാദി സമന്വിത, ദധ്യന്നാസക്ത ഹൃദയ, കാകിനീ രൂപധാരിണി. ഈ സ്വാധിഷ്ഠാനത്തിലുള്ള ദേവി സ്ഥിതി ചെയ്യുന്നത് മേധോനിഷ്ഠ, മേധസ്സിലാണ്. കൊഴുപ്പെന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നു, ഇരിക്കുന്നു എന്നർത്ഥം. അടുത്ത നാമം മധുപ്രീത, മധുപ്രീതയായിട്ടുള്ളവൾ. മധു എന്ന് പറഞ്ഞാലോ 2 അർത്ഥമുണ്ട്. ഒന്ന് തേനെന്നും ഒന്ന് മദ്യമെന്നും. ഇപ്പം സാത്വിക പൂജയാണ് നടക്കുന്നതെങ്കിൽ അതിൽ തേനാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന സാത്വിക ദേവി പൂജയിൽ ത്രിമധുരം ദേവിക്ക് വയ്ക്കണമെങ്കിൽ തേനും ശർക്കരയും പഴവും, അല്ലെങ്കിൽ തേനും മുന്തിരിങ്ങയും കൽക്കണ്ടവും, ഇങ്ങനെ എന്തെങ്കിലും 3 പഴം ഇട്ടിട്ട്. അപ്പം ഈ മധു സാത്വിക പൂജയാണെങ്കിൽ അതിൽ തേനാണ് ഉപയോഗിക്കുന്നത്. മധുവിന് വേറൊരർത്ഥമുണ്ട്, മദ്യം. ആ അർത്ഥത്തിൽ താമസ ഗുണമുള്ളവരാണ്, താമസ പൂജയാണ് നടക്കുന്നതെങ്കിൽ അവരവിടെ നേദിക്കുന്നത് മദ്യമായിരിക്കും. അപ്പം മധു, മദ്യം, തേന് ഇവയിൽ പ്രീതിയുണ്ട്, ഇഷ്ടമുണ്ട് ദേവിക്ക്. അടുത്ത നാമത്തിൽ പറയുന്നു ബന്ധിന്യാദി സമന്വിത, ബന്ധിനി മുതലായവരാൽ സേവിക്കപ്പെടുന്നു. ആരാണ് ഈ ബന്ധിനി? ഈ 6 ദളങ്ങളുള്ള താമരയാണ് ഈ സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത്. സ്വാധിഷ്ഠാനത്തിൽ 6 ദളങ്ങളുള്ള താമര. അപ്പോൾ 6 ദളം എന്ന് പറയുമ്പോൾ 6 അക്ഷരം. ഏതൊക്കെയാ അക്ഷരങ്ങൾ? ബാ മുതൽ, നമ്മൾ അതിനു മുമ്പ് പാ ഇപ്പ വരെ നമ്മൾ പഠിച്ചു അല്ലേ? പാ ഇപ്പ വരെയുള്ള അക്ഷരങ്ങൾ, ആ 6 ദളങ്ങൾ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം ഇവിടെ ബാ മുതൽ ലാ വരെ, അതാണ് ബാസേ ബന്ധിനി, ഭാസേ ഭദ്രകാളി, മാസേ മഹാമായ, യാസേ യശസ്വിനി, രാസേ രക്താദേവി, ലാസേ ലംബോഷ്ടി. ഇതാണ് ദേവതമാർ. അപ്പം ഈ 6 അക്ഷരം 6 ദേവതമാർ അല്ലേ? ഓരോ അക്ഷരത്തിനും ഓരോ ദേവതമാർ. അപ്പം ബാ മുതൽ ലാ വരെ ബാസേ ബന്ധിനി, ഇബ്ബാസേ ഭദ്രകാളി, മാസേ മഹാമായ, യാസേ യശസ്വിനി, രാസേ രക്താദേവി, ലാസേ ലംബോഷ്ടി. ഈ 6 ദേവിമാരോട് കൂടിയവൾ. ബന്ധിന്യാദി സമന്വിത, ബന്ധിനി ആദി, ഈ പ്ലസ് ആ വന്നപ്പോൾ അത് നീയായി മാറിയതാണ്. അപ്പോൾ ബന്ധിനി മുതലായവരാൽ സേവിക്കപ്പെടുന്നവൾ എന്ന് അർത്ഥം. അടുത്ത നാമം ദധ്യന്നാസക്ത ഹൃദയ, ദധ്യന്നാസക്ത ഹൃദയ. ദധി എന്നാൽ തൈരാണ്. അപ്പോൾ ഇവിടെ അന്നം, ദധി അന്നം, അന്നം എന്താണ്? ചോറ്. അപ്പോൾ ദധി തൈര്, അന്നം ചോറ്, ആസക്ത ഹൃദയ എന്ന് പറഞ്ഞാൽ തൈര് ചോറ് ഇഷ്ടമുള്ളവൾ, തൈര് ചേർത്ത ചോറ് പ്രിയമായിട്ടുള്ളവൾ, തൈര് ചോറ്, തൈര് ശാതം പ്രിയമായിട്ടുള്ളവൾ എന്നർത്ഥം. കാകിനി രൂപധാരണി. അപ്പം ഈ ദേവിയുടെ രൂപമോ കാകിനി, കാകിനി എന്ന രൂപത്തോടു കൂടിയവൾ, കാകിനി രൂപധാരണി. അപ്പോൾ വിശുദ്ധി ചക്ര നിലയത്തിൽ, വിശുദ്ധി ചക്രത്തിൽ ഡാകിനിയായിരുന്നു, അനാഹതത്തിൽ രാഗിണിയായിരുന്നു. അത് കഴിഞ്ഞ് സ്വാധിഷ്ഠാനത്തിൽ കാകിനി,
മണിപ്പൂരത്തിൽ ലാകിനി, അത്രയും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ഇവിടെ വന്നപ്പം സ്വാധിഷ്ഠാനത്തിൽ വന്നപ്പോൾ കാകിനിയായി, കാകിനി രൂപധാരണി. അപ്പോൾ ഈ ശ്ലോകം മേധോനിഷ്ഠ, മേധസ് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ, മധുപ്രീത, പ്രിയമായിട്ടുള്ളവൾ, ബന്ധിനി മുതലായ ദേവിമാരാൽ സേവിക്കപ്പെടുന്ന ബന്ധിന്യാദി സമന്വിത, ദധ്യന്ന ആസക്ത ഹൃദയ, ദധി അന്നം, തൈര് ചോറിൽ ആസക്തയായ ഹൃദയത്തോടു കൂടിയവൾ, ഇഷ്ടമുള്ളവൾ എന്നർത്ഥം. കാകിനി രൂപധാരണി, കാകിനി എന്ന രൂപം ധരിച്ചിരിക്കുന്നവൾ എന്നർത്ഥം. അപ്പോൾ മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദധ്യൻ ആസക്ത ഹൃദയ കാകിനി രൂപധാരിണി. ഇനി നമ്മൾ ഏകദേശം ഇനി മുമ്പോട്ട് മുഴുവൻ ഇതിനെ സംബന്ധിച്ചതാണ്. നമ്മളുടെ മൂലാധാരം മുതൽ ഉള്ള എല്ലാ എന്താ പറയുക ആധാരങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ 101 മുതൽ 105 വരെ ഒന്നും കൂടി വായിക്കാം. കാളരാത്ര്യാദിശക്തി ഔഖവൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാസ്വരൂപിണി മണിപ്പുരാബ്ജനിലയ വദനത്രയ സംയുത വജ്രാധികായുധോപേത ഡാമേര്യാദിവിരാവൃത രക്തവർണ്ണാമാംസനിഷ്ഠ ഗുഡാന്യപ്രീതമാനസ സമസ്തഭക്തസുഖദ ലാഖിന്യംബാസ്വരൂപിണി സ്വാധിഷ്ഠാനാംബുജഗദ ചതുർവക്ത്രമനോഹര ശൂലാദ്യായുധസമ്പന്ന പീതവർണാതിഗർവിത. പഠിക്കുമ്പം പീതവർണ അതിഗർവിത 2 നാമമുണ്ട്. പക്ഷേ വായിക്കുമ്പം പീതവർണാതിഗർവിത ഒന്നിച്ച്. മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദിസമന്വിത ദധ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകങ്ങളുമായി വരുന്നവരെ ഹരി ഓം. അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. ഹരി ഓം. അമ്മേ നാരായണ, ദേവി നാരായണ.